സാമൂഹ്യക്ഷേമ പെൻഷനും സർക്കാർ ജീവനക്കാർക്കുള്ള സർക്കാർ സഹായമുള്ള മുഴുവൻ ക്ഷേമനിധി പെൻഷനുകളും സംസ്ഥാനത്ത് മാസങ്ങളായി കുടിശ്ശികയിലാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ 6 മാസമാണ് കുടിശ്ശികയുള്ളത്. ഇപ്പോൾ ഓരോ പെൻഷനും എത്ര നാൾ കുടിശ്ശികയുണ്ട്, എന്താണ് കാര്യം, എത്ര രൂപ ബാധ്യതയുണ്ട്? വളരെ ആധികാരികമായ വിവരങ്ങൾ തേടുകയാണ്. KC ബിബിനാണ് തിരുവനന്തപുരത്ത് നിന്ന് KC ബിബിൻ ചെയ്തത്. KC, എല്ലാ ദിവസവും ചോദിക്കും ഓരോ പെൻഷന്റെ കാര്യം. കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷനും ക്ഷേമനിധി പെൻഷനും ഏതൊക്കെ, എത്ര മാസത്തെ കുടിശ്ശിക, എന്തുകൊണ്ട്? PG, സംസ്ഥാന സർക്കാർ എന്നും അഭിമാന സ്തംഭമായി ഉയർത്തിക്കാട്ടുന്നതാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ. പക്ഷേ ഈ പെൻഷൻ മുടങ്ങിയിട്ട് 6 മാസമാകുന്നു. ഈ പെൻഷന് പുറമെ വിവിധ ക്ഷേമനിധി പെൻഷനുകൾ ഉൾപ്പെടെ 16 പെൻഷനുകൾ കൂടി സർക്കാർ നേരിട്ട് പണം നൽകുന്നുണ്ട്. ഇങ്ങനെ ഈ 17 പെൻഷനുകളും കഴിഞ്ഞ 6 മുതൽ 1 വർഷം വരെ വൈകിക്കിടക്കുകയാണ്. ഈ കുടിശ്ശികയായി കിടക്കുന്ന പെൻഷനുകൾ ഏറ്റവും കൂടുതലുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനാണ്. 1 വർഷവും 1 മാസവുമായി വിതരണം ചെയ്തിട്ട്. ആഭരണ തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി പെൻഷൻ 11 മാസമായി നൽകിയിട്ട്, കശുവണ്ടി തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി പെൻഷൻ 10 മാസമായി നൽകിയിട്ട്, കൈത്തറി തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി പെൻഷൻ 5 മാസമായി നൽകിയിട്ടില്ല. ചെറുകിട തോട്ടം തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി പെൻഷൻ 10 മാസമായി നൽകിയിട്ടില്ല. തയ്യൽ തൊഴിലാളികൾക്കും 10 മാസമായി ക്ഷേമനിധി പെൻഷൻ നൽകിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള ബീഡി, ചുരുട്ട് ഈ വിഭാഗത്തിലുള്ള ആളുകൾക്കുള്ള പെൻഷനും 5 മാസമായി നൽകിയിട്ടില്ല. ഈറ്റ, കാട്ടുവള്ളി, തഴ നിർമ്മിക്കുന്ന തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി പെൻഷൻ 10 മാസമായി നൽകിയിട്ടില്ല. ക്ഷീര കർഷകർക്കുള്ള തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി പെൻഷൻ 10 മാസമായി നൽകിയിട്ടില്ല. ഖാദി തൊഴിലാളികൾക്കും 5 മാസമായി നൽകിയിട്ടില്ല. കയർ തൊഴിലാളി, റേഷൻ വ്യാപാരി തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രായം ചെന്ന ആളുകൾക്ക് സർക്കാർ നൽകുന്ന ക്ഷേമനിധി പെൻഷനുകൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേമ പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ പോലെ സർക്കാർ മാത്രം നൽകുന്ന പണമല്ല ഇത്. തൊഴിലാളിയുടെയും തൊഴിലുടമയുടെയും അംശാദായം കൂടെ കൈപ്പറ്റി സർക്കാർ വച്ചതിന് ശേഷം കൊടുക്കാതിരിക്കുന്ന പെൻഷനാണ് എന്നത് ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് പെൻഷൻ വാങ്ങുന്ന ആളുകളെക്കാൾ കൂടുതൽ ഇപ്പോൾ പിണറായി സർക്കാരിന്റെ, 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് പെൻഷൻ വാങ്ങുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന് കണ്ടെത്തേണ്ട തുകയിലും വ്യത്യാസമുണ്ട്. VS സർക്കാരിന്റെ കാലത്ത് 16 ലക്ഷം പേരാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിയിരുന്നതെങ്കിൽ അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 34,000, ഇപ്പോൾ 62 മസ്റ്ററിംഗിന്റെ കാര്യവും കണക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ 60-ന് താഴെ വരുമെങ്കിൽ തന്നെയും സർക്കാർ പറയുന്നത് 62 ലക്ഷം പേർ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നാണ്. 272 കോടി രൂപയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങുന്ന സമയത്ത് സംസ്ഥാനത്ത് പെൻഷൻ നൽകാൻ വേണ്ടതെങ്കിൽ ഇപ്പോൾ 900 കോടി രൂപയാണ്. മാത്രമല്ല, ഈ 2ാം പിണറായി സർക്കാർ ഇതുവരെ 27,278 കോടി ഇത്തരത്തിൽ വിതരണം ചെയ്തു. കേന്ദ്ര വിഹിതം കൃത്യമായി കിട്ടാത്തതുകൊണ്ടാണ് പെൻഷൻ മുടങ്ങുന്നതെന്നൊക്കെയാണ് സർക്കാരിന്റെ, പ്രത്യേകിച്ച് ധനമന്ത്രിയുടെയൊക്കെ വാദം. എന്നാൽ കേന്ദ്ര സഹായം ദേശീയ പദ്ധതി കീഴിൽ വരുന്ന 3 വിഭാഗങ്ങളിൽ മാത്രമാണ്. വാർദ്ധക്യ പെൻഷനും വിധവാ പെൻഷനും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഏതാണ്ട് 500 രൂപയുടെ താഴെ 1600 നൽകുമ്പോൾ ലഭിക്കുന്നത്. ബാക്കി 2 പെൻഷനുകൾ, അതായത് പ്രായം ചെന്ന ആളുകൾക്കുള്ളതും കർഷകർക്കുള്ളതായുള്ള പെൻഷനുകൾ സർക്കാർ തന്നെയാണ് നൽകുന്നത്. ഇപ്പോൾ പെൻഷന്റെ കാര്യം പറയുമ്പോഴാണ് ഞാനിവിടെ ഈ ലൈവിന് വന്ന സമയത്ത് ലോട്ടറി വിൽക്കുന്ന ഒരു അമ്മൂമ്മയുടെ പെൻഷൻ എന്തായി, കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടുന്നില്ല. 5 മാസത്തെ കുടിശ്ശികയുണ്ട്. തരുമ്പം പോലും 300 കുറച്ചാണ് തരണേ. ഒന്നീ 1200 തരും, അല്ലെങ്കിൽ 1300 തരും ബാങ്കിൽ. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. അത് ബാങ്കിലായി, അതുകൊണ്ടാണ് ബാങ്കിൽ കൊടുത്തിരിക്കുന്നത്. ആ ബാങ്കിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ പറയും, പിന്നെ അടുത്തിൽ വെച്ച് തരും. ഇങ്ങനെയൊക്കെയാണ് ബാങ്കുകാർ പറയുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ വയസ്സായി ജോലിക്കൊന്നും വയ്യ. ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് രാവിലെ ഇത് ഇറങ്ങണേ. ഞാൻ പറയുന്ന കള്ളമാണെന്ന് മോൻ തോന്നുന്നുണ്ടോ? 71 വയസ്സുള്ള ഒരു അമ്മുമ്മയാണ് ഞാൻ. അങ്ങനെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതുകൊണ്ട് വളരെ ഒരു ജോലിക്കും വയ്യ, വളരെ കഷ്ടപ്പാട്. തന്നേ പറ്റൂ, പെൻഷൻ ഇവർ തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ അവരെ വീട്ടുകൊണ്ടിരിക്കുന്നിടത്ത് ആത്മഹത്യ ചെയ്യാനും ഞാൻ തയ്യാറാണ്. എനിക്ക് വേറെ ഒന്നിനും വയ്യ. എന്നെപ്പോലെയാണ് ഇത്രയും വയസ്സായ ആളുകൾ. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് തരാത്തത്? ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന സാധാരണക്കാരുടെ ഒരു പരിച്ഛേദം നമുക്ക് കേരളത്തിൽ പലയിടങ്ങളിലും കാണാം. അത്തരത്തിലുള്ള ഒരു വാക്കാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഒറ്റ ശബ്ദത്തിലുണ്ട് KC, എല്ലാ ആഴവും. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ദില്ലിയിലും തിരുവനന്തപുരത്തും ഒക്കെ ദിവസങ്ങളോളം കമ്മിറ്റി കൂടി പാർട്ടിയും നേതാക്കളും ഒക്കെ ചർച്ച ചെയ്യാണ് എന്തുകൊണ്ട് തോറ്റു എന്നതിന്റെ ഉത്തരമാണ് ആ സ്ത്രീയുടെ ശബ്ദത്തിലൂടെ കേട്ടത്. അതുകൊണ്ട് കുടിശ്ശികയില്ലാതെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട പെൻഷൻ കൊടുക്കുന്ന ഒരു കിണാശ്ശേരി നമുക്ക് എന്തെങ്കിലും സ്വപ്നം കാണാൻ പറ്റുമോ? അതല്ല, ഹൈക്കോടതിയിൽ പറഞ്ഞ പോലെ ഇത് നിയമപരമായി കൊടുക്കേണ്ട ബാധ്യതയില്ല എന്നുള്ള നിലപാടിൽ നിന്ന് സർക്കാർ മാറി ചിന്തിക്കുമോ? പ്രയോറിറ്റി മാറുമോ?